ഹായ്, എല്ലാവർക്കും കുടംപുളി കിച്ചണിലേക്ക് സ്വാഗതം. ദോശമാവുണ്ടോ എങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ജിലേബി തയ്യാറാക്കാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ജിലേബിയാണ്. അപ്പോൾ നമുക്ക് ജിലേബിയിലോട്ട് കടക്കുന്ന മുമ്പേ എൻ്റെ ഈ കുടംപുളി കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്ന് എൻ്റെ റെസിപ്പി ചിക്കൻ ടിക്ക ബിരിയാണി ട്രൈ ചെയ്ത് സിൽവി ആൻഡ് ഫാമിലിയാണ്. സിൽവിക്കും ഫാമിലിക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതേപോലെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് എനിക്ക് ഫോട്ടോ സെൻഡ് ചെയ്യണം. താഴെ ഞാൻ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ സെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സെൻഡ് ചെയ്യണം. അപ്പം നമുക്കധികം വൈകാതെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പം നമ്മുടെ ജിലേബി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ദോശമാവാണ് എടുത്തിരിക്കുന്നത്. ദോശമാവ് അല്ലെങ്കിൽ ഇഡലിമാവ് എടുക്കാവുന്നതാണ്. അപ്പോൾ 3 കപ്പ് ദോശമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഞാനിവിടെ റെഡ് കളർ ജിലേബിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് റെഡ് ഫുഡ് കളർ കൂടെ ആവശ്യത്തിന് ചേർക്കുവാണ്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്താണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജിലേബിക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറക്റ്റ് പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് ജിലേബിക്ക് വേണ്ടിയുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയാക്കാൻ വേണ്ടി ഞാൻ 2.5 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2.5 കപ്പ് പഞ്ചസാരയിൽ 1.5 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 5 ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ട്. അതും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ജിലേബിയുടെ ഇത് പഞ്ചസാര പാനി എന്ന് പറയുമ്പോൾ ഒരു നൂൽ പരുവമാണ്. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഞാനൊരു അരമുറി നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ജിലേബി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ നോബ് കട്ട് ചെയ്ത് നമുക്ക് ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ഇത് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ ചൂടാക്കാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി കണ്ടമാനം നമ്മൾ ഓയിൽ ചൂടാക്കരുത്. ഒരു മീഡിയത്തിൽ ഇത് ചൂടാക്കാവൂ. അതേപോലെ ഇത് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ഫ്ലെയിം എപ്പോഴും സിമ്മിലാക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നമ്മുടെ ജിലേബി ഉണ്ടാക്കുന്ന നേരത്ത് നിങ്ങൾക്ക് ഈ കറക്റ്റ് ഷേപ്പ് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ട് ഒരു ഷേപ്പ് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും. അതുകൊണ്ട് അത് ആദ്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഇത് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ജിലേബി ഒരു വശം റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ മറിച്ചിട്ട് കൊടുക്കുവാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം സിമ്മിലേ ആക്കാവൂ. അങ്ങനെ നമ്മൾ പതുക്കെ ഇത് തിരിച്ചു മറിച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ജിലേബി ഇപ്പം തിരിച്ചിടുമ്പോൾ ഇങ്ങനെ തളർന്ന പോലെ കിടക്കും. ആ പരുവത്തിൽ നിന്ന് മാറി ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ജിലേബി കറക്റ്റ് പാകമാകും. അതുവരെ നമുക്കിത് പതുക്കെ തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ജിലേബി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ അത് തിരിച്ചിട്ട് കൊടുക്കുവാണ്. ഇപ്പം നമ്മുടെ ജിലേബി കണ്ടത് ചെടിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് എടുക്കുവാണ്. അപ്പോൾ ഞാനത് നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പിലോട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഷുഗർ സിറപ്പിൽ ഒരു 1-2 മിനിറ്റ് നമുക്ക് ഷുഗർ സിറപ്പിൽ തന്നെ ഇട്ട് വെക്കണം.
ഷുഗർ സിറപ്പിലൊന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫുള്ള് കവർ ചെയ്യുന്നിടം വരെ നമ്മളതൊന്ന് ആക്കിയിട്ട് നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ജിലേബി ഞാൻ ഇവിടെ ഫുള്ളായിട്ട് എല്ലാം കംപ്ലീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ജിലേബി ശരിക്കും നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ നമ്മുടെ ഈ കൊളസ്ട്രോളും അങ്ങനത്തെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിപ്പം നെയ്യ് എൻ്റെ മുകളിലൊന്ന് തൂകി കൊടുക്കുവാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടുള്ള ചെറിയ ഷേപ്പിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ ട്രൈ ചെയ്യുന്നവർ എനിക്ക് എൻ്റെ ഫോട്ടോ സെൻഡ് ചെയ്യുക. ഞാൻ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഞാൻ അതിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ കുടംപുളി കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.